വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം 4 എത്ര വാക്യങ്ങളാണുള്ളത്? ഉത്തരം 31. ആരാണ് വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല എന്ന് പറയുന്നത്? ഉത്തരം പിന്തുടർച്ചാവകാശി. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ ആരുടെയെല്ലാം സംരക്ഷണത്തിലായിരിക്കുമെന്നാണ് ഗലാത്തിയ 4:2 പറയുന്നത്? ഉത്തരം രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ആരുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു? ഉത്തരം പ്രകൃതിയുടെ. എപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചതെന്നാണ് ഗലാത്തിയ 4:4 പറയുന്നത്? ഉത്തരം കാലസമ്പൂർണത വന്നപ്പോൾ. നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ ആരെയാണ് വിമുക്തരാക്കിയത്? ഉത്തരം നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് ആരെ? ഉത്തരം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ. ഗലാത്തിയ 4:4 അവൻ സ്ത്രീയിൽ നിന്നു ജാതനായി ഡാഷിന് അധീനനായി ജനിച്ചു. എന്തിന്? ഉത്തരം നിയമത്തിന്. ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം നമ്മൾ മക്കളായതുകൊണ്ട്. ഗലാത്തിയ 4:19 സംബോധന എന്ത്? ഉത്തരം എൻ്റെ കുഞ്ഞുമക്കളെ. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതം അനുസരിച്ച് ആരുമാണ്? ഉത്തരം അവകാശിയുമാണ്. എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തനുഭവിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ഈറ്റുനോവ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു. അതിലുപരി നിങ്ങളെ അറിയുന്നതാര്? ഗലാത്തിയ 4:9 പറഞ്ഞിരിക്കുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? ദൈവം. താൻ എന്താഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് ഗലാത്തിയ 4:20 പറയുന്നത്? ഉത്തരം ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും. എങ്ങനെയുള്ള പ്രപഞ്ചശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ. ഗലാത്തിയ 4:9 പൗലോസ് ഗലാത്തിയക്കാരോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു? ഉത്തരം 2. ഗലാത്തിയ 4:9 എന്ത് ഒരിക്കൽ കൂടി അവയുടെ സേവകരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? ഏവയുടെ? ഉത്തരം ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ചശക്തികളുടെ. ഗലാത്തിയ 4:10 പ്രകാരം നിങ്ങൾ എന്തെല്ലാം ആചരിക്കുന്നു പോലും എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും. നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം പൗലോസിൻ്റെ. തനിക്ക് എന്തുള്ളപ്പോഴാണ് താൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്? അദ്ധ്യായം 4:13. ഉത്തരം ശാരീരിക അസ്വാസ്ഥ്യം. ഗലാത്തിയ 4:14 എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല, മറിച്ച് എന്നെ ആരെപ്പോലെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം എന്നെ ഒരു ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെയും. ഗലാത്തിയ 4:15 സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ഡാഷ് തരുമായിരുന്നെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്ത്? ഉത്തരം സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നെന്ന്. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഉത്തരം സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട്.
നിങ്ങൾ അവരിൽ താൽപ്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ എന്തു ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം? ഉത്തരം: ഒറ്റപ്പെടുത്തുക. നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ്. ആരെക്കുറിച്ച്? ഉത്തരം: പൗലോസ് ഗലാത്യരെക്കുറിച്ച്. ഗലാത്തിയ 4-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട്. ഉത്തരം: ഹാഗാറും സാറായും. അബ്രാഹത്തിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: 2. അബ്രാഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസിയിൽ നിന്ന്, ഇതരൻ ആരിൽ നിന്ന്? ഉത്തരം: സ്വതന്ത്രയിൽ നിന്ന്. ഗലാത്തിയ 4:23 വാഗ്ദാനപ്രകാരം ജനിച്ചത് ആര്? ഉത്തരം: സ്വതന്ത്രയുടെ പുത്രൻ. ആലങ്കാരികമായി പറഞ്ഞാൽ ഹാഗാറും സാറയും ആരെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: 2 ഉടമ്പടികൾ. സീനായി മലയിൽ നിന്ന് ഉള്ളവൾ മക്കളെ ജനിപ്പിക്കുന്നത് എന്തിന്? ഉത്തരം: ദാസ്യവൃത്തിക്കായി. ദാസിയുടെ പുത്രൻ ജനിച്ചത് എങ്ങനെ? ഉത്തരം: ശാരീരിക രീതിയിൽ. സ്വതന്ത്രയുടെ പുത്രൻ ജനിച്ചത് എങ്ങനെ? ഉത്തരം: വാഗ്ദാനപ്രകാരം. ഗലാത്തിയ 4:25 ഹാഗാറിന് നൽകുന്ന വിശേഷണം എന്ത്? ഉത്തരം: അറേബ്യയിലെ സീനായി മല. സീനായി മലയിൽ നിന്നുള്ളവൾ മക്കളെ ജനിപ്പിക്കുന്നത് എന്തിന്? ഉത്തരം: ദാസ്യവൃത്തിക്കായി. ഹാഗാർ ആരോടൊത്താണ് ദാസ്യവൃത്തി ചെയ്യുന്നത്? ഉത്തരം: തൻ്റെ മക്കളോടൊത്ത്. ഗലാത്തിയ 4:26 പ്രകാരം നമ്മുടെ അമ്മയാര്? ഉത്തരം: സ്വർഗീയ ജെറുസലേം. അറേബ്യയിലെ സീനായി മലയായ ഹാഗാർ എന്തിൻ്റെ പ്രതീകമാണ്? ഉത്തരം: ഇന്നത്തെ ജെറുസലേമിൻ്റെ. നീ ആഹ്ലാദിക്കുക, പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ചാർപ്പ് വിളിക്കുക. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് ആരെക്കുറിച്ച്? പ്രസവിക്കാത്ത വന്ധ്യകളെക്കുറിച്ച്. ഗലാത്തിയ 4:27 പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ചാർപ്പ് വിളിക്കുക എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം: ഭർത്തൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിത്യക്തയ്ക്കാണുള്ളത്.